2000-ൽ ഇറങ്ങിയ ഒരു ഹിന്ദി ചിത്രമായിരുന്നു കഹോന പ്യാർ ഹെ. ഇതിൽ നായകനായി ഹൃതിക് റോഷനും നായികയായി അമീഷ പട്ടേലുമായിരുന്നു അഭിനയിച്ചത്. ഹൃതിക് റോഷൻ ഇതിൽ ഡബിൾ റോളാണ് ചെയ്തത്. രാജ്, രോഹിത് എന്നായിരുന്നു രണ്ട് കഥാപാത്രങ്ങളുടെയും പേരുകൾ. പല പടത്തിലും നായകന്മാരുടെ പേര് ഇതൊക്കെ തന്നെയായിരിക്കും. പടം തുടങ്ങുമ്പോൾ കഥ നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. നായികയായ അമീഷ പട്ടേൽ സ്നേഹിച്ചിരുന്ന രോഹിത് എന്ന ഹൃതിക് റോഷന്റെ കഥാപാത്രം ഇന്ത്യയിൽ വെച്ച് മരിക്കുന്നു. അതിനുശേഷം അമീഷ പട്ടേൽ ന്യൂസിലൻഡിലേക്ക് വരുന്നു. ന്യൂസിലൻഡിലെത്തിയതിനു ശേഷം അമീഷ പട്ടേൽ സുഹൃത്തിൻ്റെ കൂടെ പുറത്തേക്ക് കാറിൽ പോകുന്നു. അവിടെ ഇവർ ഒരു സിഗ്നലിനായി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഹൃതിക് റോഷന്റെ രണ്ടാമത്തെ കഥാപാത്രമായ രാജ് ബൈക്കിൽ വരുന്നത്. ന്യൂസിലൻഡിലെ സൗത്ത് ഐലൻഡിലുള്ള ക്രൈസ്റ്റ് ചർച്ചിലാണ് ഈ സീൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ കാണുന്നത് ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രലാണ്. അന്നത്തെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആയിരുന്നു ഈ ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രൽ. 2010-ലും 2011-ലും 2 ഭൂകമ്പങ്ങളാണ് ക്രൈസ്റ്റ് ചർച്ചിലുണ്ടായത്. അതിൽ ഈ കത്തീഡ്രൽ പള്ളിക്ക് കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. ഇപ്പോൾ അത് പുനർനിർമ്മിക്കാനുള്ള പണികൾ നടന്നു വരുന്നു. രാജിനെ കണ്ടതോടുകൂടി അമീഷ പട്ടേൽ രോഹിത് എന്ന് വിളിക്കുന്നു. ഈ സീൻ എടുത്തിരിക്കുന്ന അതേ ലൊക്കേഷനാണ് ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത്. രാജിനെ കയറി രോഹിത് എന്ന് വിളിച്ചാൽ പുള്ളിയുടെ കിളി പോവില്ലേ? അതാ ഈ സീനിൽ സംഭവിച്ചത്. ഹൃതിക് റോഷൻ എന്താണെങ്കിലും കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരു കിടിലൻ എക്സ്പ്രഷനും ഇട്ട് അവിടെ നിന്ന് പോകുന്നത്. അതാണ് സീൻ. ഈ എക്സ്പ്രഷൻ ഇട്ട് തന്നെ പുള്ളി ലക്ഷക്കണക്കിന് ഫാൻസിനെ ഉണ്ടാക്കി. ഈ സിഗ്നലിന് കാത്തു കിടക്കുമ്പോൾ അമീഷ പട്ടേലിൻ്റെ സുഹൃത്ത് ഫോൺ ചെയ്യാൻ അടുത്തുള്ള ടെലിഫോൺ ബൂത്തിലേക്ക് കയറിപ്പോകുന്നതൊക്കെ ഇവിടെ വെച്ച് തന്നെയാണ്. ആ ടെലിഫോൺ ബൂത്തെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. കുറച്ച് സീനുകൾ ഇവിടെ സൗത്ത് ഐലൻഡിൽ തന്നെയുള്ള ക്യൂൻസ്റ്റൗണിലും എടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ സീനിന് ശേഷം പടം കൂടുതൽ ത്രില്ലിംഗ് ആയി. ഈ സീനിൽ തന്നെ കാണിക്കുന്ന പല ബിൽഡിങ്ങുകൾക്കും അന്നത്തെ ഭൂകമ്പങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. ആ വലത്തെ സൈഡിൽ കാണുന്ന ബിൽഡിങ് ഭൂകമ്പത്തിന് ശേഷം പൊളിച്ചു കളയുകയാണ് ഉണ്ടായത്. ക്രൈസ്റ്റ് ചർച്ചിലെ ട്രാമും ഇതേ വഴി തന്നെയാണ് പോകുന്നത്. ഇവർ രണ്ടുപേരും നായകനും നായികയുമായി അഭിനയിച്ച ആദ്യത്തെ ചിത്രം കൂടിയായിരുന്നു ഇത്. ഈ പടം സംവിധാനം ചെയ്തത് ഹൃതിക് റോഷന്റെ പിതാവായ രാകേഷ് റോഷനായിരുന്നു. കഥയും അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു. ഈ സിനിമ അന്നത്തെ ഒരു ട്രെൻഡ് തന്നെയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയായി വീണ്ടും കാണാം. 2000-ൽ ഈ മൂവി തിയേറ്ററിൽ പോയി കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.